കേരളത്തിൽ പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? നമസ്കാരം, ഇൻഫോ മീഡിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നാളായി വിവിധ കാരണങ്ങളാൽ കാത്തിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 75,024 പുതിയ റേഷൻ കാർഡുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഏകദേശം 73,000-ലധികം പ്രയോറിറ്റി വിഭാഗം റേഷൻ കാർഡുകളും 2,000 അന്ത്യോദയ അന്ന യോജന വിഭാഗം കാർഡുകളും ഉൾപ്പെടുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ഇത്രയും പുതിയ റേഷൻ കാർഡുകൾ അനുവദിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട്? കേരളത്തിൽ വർഷങ്ങളായി നിരവധി അപേക്ഷകൾ വിവിധ കാരണങ്ങളാൽ തീർപ്പാക്കാതെ കിടക്കുകയായിരുന്നു. ചിലർ സാമ്പത്തികമായി അർഹരായിരുന്നിട്ടും ആവശ്യമായ രേഖകളുടെ അപാകതകൾ, പരിശോധനാ നടപടികളിലെ കാലതാമസം, കോട്ട പരിമിതി തുടങ്ങിയ കാരണങ്ങളാൽ കാർഡ് ലഭിക്കാതെ പോയിരുന്നു. ഈ നീണ്ട കാത്തിരിപ്പിന് ഒരളവ് വരെ പരിഹാരം കാണാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. റേഷൻ കാർഡ് എന്നത് വെറും അരിയോ ഗോതമ്പോ വാങ്ങാനുള്ള രേഖ മാത്രമല്ല, നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാന രേഖയായി റേഷൻ കാർഡ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, വിവിധ സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയ പല പദ്ധതികളും റേഷൻ കാർഡ് അതിന് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. അതിനാൽ പുതിയ കാർഡ് ലഭിക്കുന്നതിന് പല കുടുംബങ്ങൾക്കും കൂടുതൽ സർക്കാർ സേവനങ്ങളിലേക്കുള്ള പ്രവേശനവാതിൽ തുറക്കുന്നതായി വിലയിരുത്താം. എന്നാൽ ഈ തീരുമാനത്തോടൊപ്പം ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഒന്നാമതായി, ഇപ്പോൾ അനുവദിച്ച 75,024 കാർഡുകൾ കൊണ്ട് എല്ലാ അർഹരുടെയും പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല എന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഇപ്പോഴും നിരവധി അപേക്ഷകൾ വിവിധ ഘട്ടങ്ങളിൽ പരിഗണനയിൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ ഈ നടപടി ഒരു തുടക്കമാണോ അതോ സമ്പൂർണ്ണ പരിഹാരമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. രണ്ടാമതായി, അർഹതാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് മാത്രമാണോ ആനുകൂല്യം ലഭിക്കുന്നത്? സാമ്പത്തികമായി മെച്ചപ്പെട്ട ചിലർ ഇപ്പോഴും മുൻഗണനാ വിഭാഗത്തിൽ തുടരുന്നുണ്ടോ? അതേസമയം അർഹരായ ചിലർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ വർഷങ്ങളായി ഉയരുന്നവയാണ്. പുതിയ കാർഡുകൾ അനുവദിക്കുന്നതോടൊപ്പം അർഹരുടെ പട്ടിക കൃത്യമായി പുതുക്കുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്യുന്നതും അത്ര തന്നെ പ്രധാനമാണ്. മറ്റൊരു വിമർശനം നടപടിക്രമങ്ങളുടെ വേഗതയെക്കുറിച്ചാണ്. അപേക്ഷ നൽകി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ആവശ്യമാണ്. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു അടിസ്ഥാന സേവനം ഇത്രയും വൈകാൻ പാടില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരേ സമയം ഇത്രയും പുതിയ കാർഡുകൾ അനുവദിക്കുന്നത് ഭരണ നടപടികൾ മുൻപോട്ട് പോകുന്നുവെന്ന സന്ദേശവും നൽകുന്നു. ഭക്ഷ്യസുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടിയാണിതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. അതിനാൽ ഈ തീരുമാനത്തെ വിലയിരുത്തുമ്പോൾ രണ്ട് വശങ്ങളും കാണേണ്ടതുണ്ട്. ഒരു വശത്ത് വർഷങ്ങളായി കാത്തിരുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. മറുവശത്ത് ഇപ്പോഴും കാത്തിരിക്കുന്ന അപേക്ഷകരുടെ പ്രശ്നങ്ങളും അർഹതാ നിർണ്ണയത്തിലെ സുതാര്യതയും സർക്കാർ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ പുതിയ റേഷൻ കാർഡിനായി അപേക്ഷ നൽകിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതിയും ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലൂടെയോ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയോ പരിശോധിക്കുന്നത് നല്ലതാണ്. അർഹരായവർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ നടപടിയുടെ യഥാർത്ഥ വിജയം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.